അപ്പോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോ. ഇന്ന് രാത്രി നിന്റെ കാര്യം കട്ടപ്പോക്കെയാണ്. അപ്പു ഉറങ്ങുന്ന സമയം നോക്കി എത്രയും വേഗം അങ്ങോട്ടേക്ക് ചെല്ലണം. ആരും കാണാതെ അങ്ങോട്ടേക്ക് എത്തിയാലേ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മഴ ഇടി ഒന്നുമില്ല, രക്ഷപ്പെട്ടു. ഇന്ന് പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയേയില്ല. ഇന്നെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. വീണ്ടും എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ. അപ്പൊ പേടിച്ച് പനി മാത്രല്ല, അപ്പിട്ട് മൂത്രിച്ച് കൊളം കൊത്തുന്നിവിടെ. അപ്പൂ അപ്പൂ, അയ്യോ എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്? അയ്യോ അമ്മേ ഓടിവായോ, എനിക്ക് പേടിയാവുന്നമ്മേ. പ്രേതണ്ട് ഇവിടെ, കുട്ടിച്ചാത്തനുണ്ട് അമ്മേ, ഓടിവായോ. അയ്യോ പണി പാളിയെന്നാ തോന്നുന്നത്. എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം. അമ്മ വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം എടുക്കാണ്ടാവില്ല. അയ്യോ അതെവിടെ പോയി? അപ്പു എന്തു പറ്റി? അപ്പു എന്തിനാ നീ കരയുന്നത്? എന്താ പനിക്കുന്നുണ്ടോ? അപ്പു എന്തു പറ്റി? അപ്പു നീ എന്തിനാ കരയുന്നത്? അയ്യോ അമ്മേ, എനിക്ക് പേടിയാവുന്നുണ്ടമ്മേ. ഇവിടെ നിറച്ച് പ്രേതം അമ്മേ. ഇന്നലെയും പ്രേതത്തിനെ കണ്ട എനിക്ക് പനിച്ചത്. എനിക്ക് പേടിയാവുന്നുണ്ടമ്മേ. നീ എന്താ അപ്പു ഈ പറയുന്നത്? ഇവിടെ പ്രേതമൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ഉണ്ടമ്മേ, അവിടെയുണ്ട്. അമ്മ നോക്കി നോക്ക്, അവിടെ ആ മൂലയ്ക്കുണ്ട്. ശരി ശരി, ഞാൻ നോക്കട്ടെ. അപ്പു അമ്മു, നീയാണോ അപ്പുനെ ഈ പേടിപ്പിക്കുന്നത്? അമ്മു, നീ എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ? അമ്മേ, അത് ഈ അപ്പു എന്നെ എപ്പോഴും വികൃതി കാട്ടിക്കൊണ്ടാ. അവനൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. സോറി അമ്മേ. അമ്മു, ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നിരിക്കമ്മു. നീ ഇന്നലെ എന്നെ പേടിപ്പിച്ചല്ലേ. അയ്യോ, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടുക നല്ലത്, അല്ലെങ്കിൽ ഇവരെനിക്ക് പണി തരും. അമ്മു നിക്കവിടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പു നീ നിന്റെ ദേഷ്യം നിർത്ത. അപ്പു ഒരു പ്രേതത്തിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നീ പേടിക്കാനോ? അമ്മേ, എന്നെ കളിയാക്കല്ലേ അമ്മേ.